എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറൽ തത്വങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഫെഡറലിസത്തിന്റെ ബാക്കി ഫീച്ചേഴ്സ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, അധികാരങ്ങൾ എങ്ങനെയാണ് ഫെഡറൽ സംവിധാനത്തിൽ വിഭജിച്ചിരിക്കുന്നത്, പിന്നെ ഈ ഒരു ഫെഡറൽ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിവിധങ്ങളായിട്ടുള്ള സമിതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫെഡറലിസം എന്തായിരുന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അതാണ് ബേസിക്കലി ഫെഡറലിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഇത് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞത്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺഗ്രൻ ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റുകളിലൂടെയാണ് ഈ അധികാരം വിഭജിക്കുന്നത്. ഇനി നമുക്ക് യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ 97 ഐറ്റംസ് ആദ്യം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു വിഭജനം, സംസ്ഥാന ലിസ്റ്റ്, കേന്ദ്ര ലിസ്റ്റ് എന്നിങ്ങനെ വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്ന സമയത്ത് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 97 ഐറ്റംസ് ആയിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66ഉം കൺഗ്രൻ ലിസ്റ്റിൽ 47ഉമാണ് ഉണ്ടായിരുന്നത് വന്ന സമയത്ത്. ദെൻ പിന്നീട് ഒരുപാട് ഭേദഗതികളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇന്ന് കറണ്ട് ഡേയ്സിൽ നമ്മുടെ ലിസ്റ്റുകളിൽ യൂണിയൻ ലിസ്റ്റിൽ 66 സബ്ജക്റ്റും 99 സബ്ജക്ട്സ് യൂണിയൻ ലിസ്റ്റിൽ, 66 സബ്ജക്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ, 47 സബ്ജക്ട്സ് കൺകറന്റ് ലിസ്റ്റിൽ എന്നിങ്ങനെയായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ഒരുപാട് സബ്ജക്റ്റുകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഡിവിഷൻസിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിവിഷനെ കുറിച്ച്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, സെൻട്രൽ സ്റ്റേറ്റ് പവേഴ്സിന്റെ അധികാരത്തിന്റെ വിഭജനത്തിനെ പറയുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 245ഉം ആർട്ടിക്കിൾ 246, 245, 246. ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിലാണ് ഈ ഒരു വിഭജനത്തെ കുറിച്ച്, ഡിവിഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതാണ് ഡിവിഷൻ ഓഫ് പവേഴ്സിന്റെ ഒരു ബേസിക് ഘടകം എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, സ്റ്റേറ്റ് ലിസ്റ്റ് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഓരോ സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് അല്ലെ. അപ്പൊ സംസ്ഥാനങ്ങളുടെ അധികാരം എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തിന്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ഒന്ന് ഒരു സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമമായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു നിയമം കൊണ്ടുവരും, സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന സംഭവങ്ങളുടെ കാര്യങ്ങളുടെ നിയമവ്യവസ്ഥതയൊക്കെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ അതൊരിക്കലും ആ സംസ്ഥാനത്തിന്റെ ബൗണ്ടറി വിട്ടുകൊണ്ട് പുറത്തു പോകാൻ പാടില്ല. അതായത് റൂള് തന്നെയാണ്. അപ്പം ഇത്തരം ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ഏതൊക്കെയാണ്, അതിന്റെ ബൗണ്ടറി എന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് യൂണിയനാണ്. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തില് ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്പ്യൂട്ട്സ്, ഒരു കലഹമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെൻട്രൽ എടുക്കുന്ന അല്ലെങ്കിൽ യൂണിയൻ എടുക്കുന്ന, കേന്ദ്രം എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കുകയും ചെയ്യും. അതിന്റെ മീത് സംസ്ഥാനങ്ങൾക്ക് പിന്നെ ഒരു നിയമസാധ്യത ഇല്ല. അപ്പോൾ സംസ്ഥാന ലിസ്റ്റ് നിലനിൽക്കുമ്പോഴും കൺകറന്റ് ലിസ്റ്റ് നിലനിൽക്കുമ്പോഴും യൂണിയന്റെ അധികാരം എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ ആയിരിക്കും. അപ്പൊ യൂണിയൻ അങ്ങനെ ഒരു പവറും കൂടെ ഉണ്ട്. അത് നമുക്ക് ആർട്ടിക്കിൾ 245 ബ്രാക്കറ്റിൽ 1, ആർട്ടിക്കിൾ 245(1) പ്രകാരമാണ് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരത്തെ കുറിച്ചെല്ലാം പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 246(4) പ്രകാരം, ആർട്ടിക്കിൾ 246(4) പ്രകാരം ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ലെജിസ്ലേറ്റ് ഫോർ ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏത് ഭാഗത്തിലും മാറ്റങ്ങൾ വരുത്താനും ലെജിസ്ലേറ്റീവിൽ, അതായത് നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഇടപെടാനുള്ള അധികാരത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 246(4) പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ പാർലമെന്റിന് ഉണ്ടായിരിക്കേണ്ട, അതായത് യൂണിയൻ ഗവൺമെന്റിന് ഉണ്ടായിരിക്കേണ്ട ചില എക്സ്ട്രാ പവേഴ്സിനെ കുറിച്ച് ആർട്ടിക്കിൾ 245(2) പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 245(2) പറയുന്നുണ്ട്. അപ്പൊ യൂണിയന് അത്തരത്തിലുള്ളൊരു പ്രാധാന്യം ഈ ഒരു ലിസ്റ്റ് പ്രകാരം ലഭിക്കുന്നുമുണ്ട്. അതാണ് സെൻട്രൽ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റിലും സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്തൊരു ടേമാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും റിലേഷൻസ് സ്മൂത്തൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി അയവുള്ളതാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകാനുള്ളതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് ടു അച്ചീവ് എ സ്റ്റേബിൾ ആൻഡ് ടെൻഷൻ ഫ്രീ റിലേഷൻഷിപ്പ്.
ഇപ്പൊ സെൻട്രൽ സ്റ്റേറ്റും തമ്മിൽ സൗഹൃദപരമായിട്ട് ടെൻഷൻ ഒന്നുമില്ലാത്ത ഒരു സൗഹൃദപരമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ടേം ഉപയോഗിക്കാം. ഇതേ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ പറയുന്ന മറ്റൊരു ടേമാണ് മാർബിൾ കേക്ക് ഫെഡറലിസം എന്ന് പറയുന്നത്. എന്താണ് മാർബിൾ കേക്ക് ഫെഡറലിസം എന്നും പറയുന്നത്? അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം വഴിയാണ് പല ഡിസ്പ്യൂട്ട്സുകളും തർക്കങ്ങളും, സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം, സ്റ്റേറ്റും യൂണിയനും തമ്മിലുള്ള തർക്കം, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വേറൊരു പ്രദേശത്തിനെതിരെ നടക്കുന്ന തർക്കം, ഇതൊക്കെ പരിഹരിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 1773 ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തില് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് മുതൽക്ക് പിന്നീട് 1919 ഡയാർക്കി, 1935 ഡയാർക്കിയും ബൈക്യാമറൽ ലെജിസ്ലേച്ചറും ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്താണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങളുടെ പല പോളിസീസും യൂണിയൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒരു പോളിസി നടപ്പിലാക്കാൻ ഒരു പ്രദേശത്ത് ഒരു സെൻട്രൽ പോളിസി നടപ്പിലാക്കാൻ ഇത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം നിലനിന്നേ സാധിക്കുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് നീഡ്സ് ദ കോപ്പറേഷൻ ഫ്രം റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽ ഗവൺമെന്റ്സ്. ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ഗവൺമെന്റ്സ്, അപ്പോൾ ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വരെ നിൽക്കുന്നതല്ല, അതിനും താഴെ എന്തുണ്ട്, മുനിസിപ്പാലിറ്റികള്, പഞ്ചായത്തുകൾ വരെയുള്ള ഗവൺമെന്റ് സംവിധാനം ഉണ്ട് അല്ലെ, ഒരു ഭരണ സംവിധാനം ഉണ്ട്. അപ്പൊ ഇവിടേക്കൊക്കെയും എന്ത് നടപ്പിലാക്കണം, ഈ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന തത്വം നടപ്പിലാക്കണം. ഫെഡറലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികേന്ദ്രീകരിച്ച് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. അപ്പൊ പഞ്ചായത്ത് വരെയുള്ള ഭരണ സംവിധാനം അത് ഈ ഒരു ഫെഡറൽ തത്വത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പൊ അതാണ് പറയുന്നത്. ഇനി നമ്മൾ കോപ്പറേറ്റീവ് ഫെഡറലിസം കഴിഞ്ഞു. ഇനി നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫീച്ചർ നടപ്പിലാക്കാൻ വിവിധങ്ങളായിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട്. വിവിധങ്ങളായിട്ടുള്ള കമ്മീഷനുകൾ, വിവിധങ്ങളായിട്ടുള്ള ഏജൻസീസ്, ഇതെല്ലാം മുഖാന്തരമാണ് എന്ത് നടപ്പിലാക്കുന്നത്, ഇന്ത്യൻ ഫെഡറലിസം നടപ്പിലാക്കുന്നത്. അത്തരത്തിലുള്ള കുറച്ച് ഏജൻസീസിനെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമതായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ കഴിഞ്ഞ അടുത്തതായിട്ട് നമുക്ക് നീതി ആയോഗ്, പിന്നെ ദ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, സോണൽ കൗൺസിൽ, ഫിനാൻസ് കമ്മീഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് പറയുന്നത് മെക്കാനിസമാണ്. ഈ ഒരു ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം നടപ്പിലാക്കാനുള്ള ഒരു മെക്കാനിസമാണ്. ആദ്യത്തേത് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1950 മാർച്ച് 15 നിലവിൽ വരുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പദ്ധതി പ്രകാരം, മുൻ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് ഇരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയായിരിക്കും. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഓരോ 5 വർഷം കൂടുമ്പോഴും ഓരോ പ്ലാനുകൾ മുന്നോട്ട് വയ്ക്കുക, അതാണ് അതിന്റെ പദ്ധതി എന്ന് പറയുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. 5 വർഷം കൂടുമ്പോൾ ഓരോ 5 വർഷത്തിലും, അല്ലെങ്കിൽ 1950 ആദ്യമായിട്ട് ഒരു പ്ലാനിംഗ് കമ്മീഷൻ വന്നു. ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചു. അടുത്ത 5 വർഷത്തേക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, വികസനം എങ്ങനെ നടത്തണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാർഗരേഖ, ഒരു പ്ലാന് മുന്നോട്ട് വെച്ചു. ആ 5 വർഷം, അപ്പൊ 1950 മുതൽ 55 വരെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്ലാന്, അതാണ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. വരുന്ന 5 വർഷത്തേക്ക് നമ്മൾക്കുള്ള പ്രധാന എയിം എന്താണ്, നമ്മൾ ഏത് മേഖലയാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തേണ്ടത്, ഏത് മേഖലയൊക്കെയാണ് നമ്മൾ വികസിപ്പിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ 5 ഇയർ പ്ലാൻസിൽ വരുന്നത്. അതിനോട് കൂടെ തന്നെ ആനുവൽ റിപ്പോർട്ട്, അങ്ങനത്തെ കുറെ 5 ഇയർ പ്ലാൻസ്, ആനുവൽ പ്ലാൻസ്, സ്പെഷ്യൽ പ്രൊജക്ട്സ്, ഇതൊക്കെയും പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പം ഈ 5 ഇയർ പ്ലാൻസിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ 5 ഇയർ പ്ലാനിൽ മുന്നോട്ട് വെച്ച പ്രധാന അജണ്ട എന്ന് പറയുന്നത് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയവ ഇല്ലാതാക്കുക. ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക, അങ്ങനത്തെ കുറച്ച് 3ഓളം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. അതിനോട് കൂടെ തന്നെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രികൾച്ചർ മേഖലയായിരുന്നു. സെക്കൻഡ്, തേർഡ് 5 ഇയർ പ്ലാനൊക്കെ ആയപ്പോൾ അത് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ 5 ഇയർ പ്ലാനും ഏത് മേഖലയാണെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പൊതുവെയുള്ള പ്രവർത്തന രീതി എന്ന് പറയുന്നത്. ദെൻ ഈ 5 ഇയർ പ്ലാൻസിന്റെ പ്രധാന ഉദ്ദേശമാണ് ഒരു 5 വർഷ പദ്ധതി എന്ന് പറഞ്ഞല്ലേ, ഗവൺമെന്റിന് വേണ്ടുന്ന അഡ്വൈസ്, നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ് ഈ 5 ഇയർ പ്ലാൻസിലൂടെ നടപ്പിലാക്കുന്നത്. എക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് നേഷൻ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടും മറ്റ് വികസനങ്ങളും എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഈ 5 ഇയർ പ്ലാൻ മുഖാന്തരം അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ഗവൺമെന്റിന്റെ മുൻപോട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഗവൺമെന്റിന് നൽകുകയാണ്.
ഇങ്ങനെയാണ് ഫയർ പ്ലാൻസ് വരുന്നത്. ഇനി അതിന്റെ ഫങ്ഷൻസ് നോക്കാം. ഫയർ പ്ലാൻസിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പവർ, മാൻ പവർ, മെറ്റീരിയൽസ്, റിസോഴ്സസ്, നമ്മുടെ രാജ്യത്തുള്ള വിവിധങ്ങളായിട്ടുള്ള റിസോഴ്സസ്, വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തുക്കൾ, നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ, അതിൻ്റെ ഒക്കെ ഒരു കണക്കെടുപ്പ്, ഒരു എസ്റ്റിമേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതിൽ മാൻ പവർ, മെറ്റീരിയൽസ്, റിസോഴ്സസ്, ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ സമ്പത്ത് എന്തുമാത്രമുണ്ട്, മാൻ പവർ എന്തുമാത്രമുണ്ട്, ലേബേഴ്സ് എന്തുമാത്രമുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ഒരു എസ്റ്റിമേറ്റ് ചെയ്യലാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ രാജ്യത്തുള്ള പല പ്രവർത്തനങ്ങളുടെയും ലാഗിങ്, പല പ്രവർത്തനങ്ങളും മുന്നോട്ട് നടപ്പിലാവാത്തതിന്റെ കാരണങ്ങളും അതിന്റെ റെമഡിയൽ മെഷേഴ്സും, അതെങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശങ്ങളും പ്ലാനിംഗ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ വികസന പദ്ധതികൾ, ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ്, പ്രോഗ്രാംസ്, സ്കീംസ്, അപ്പോൾ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതി, പ്രൊജക്റ്റ്, ആശയങ്ങൾ, ഇതെല്ലാം പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കും. ദെൻ മറ്റൊരു പോയിന്റ് ആണ് പ്രയോറിറ്റൈസ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്. ഏത് മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്നുള്ള പ്രയോറിറ്റി ബേസിസിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. മുൻഗണനയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പ്ലാനിങ്ങും ആക്ഷനും എല്ലാം കൊണ്ടുവരുന്നത്. മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അനലൈസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് അവർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. നമ്മുടെ വികസന പദ്ധതികളെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കും. വികസന പദ്ധതികൾക്ക് വേണ്ടുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു പഠനം ഫങ്ഷൻസിൽ വരുന്നുണ്ട്. ദെൻ മറ്റൊന്ന്, ഈ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം, എന്തൊക്കെ മുൻകരുതലുകൾ അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനം ഉറപ്പുവരുത്തേണ്ടതെന്ന് അവർക്കൊരു ഫങ്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും. മറ്റൊരു ഇതാണ് ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് പ്രോഗ്രാംസ്. ഇനി ഒരുപാട് പ്ലാനിങ്ങുകൾ മുന്നോട്ട് വെക്കുക എന്ന് മാത്രമല്ല, ഒരുപാട് ഐഡിയ മുന്നോട്ട് വെച്ച് ഒരുപാട് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല പ്ലാനിംഗ് കമ്മീഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓരോ പ്ലാനിംഗ് കമ്മീഷന്റെയും പ്രവർത്തനം എന്തുമാത്രം ആ പദ്ധതികൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിലയിരുത്തലും ഇവരുടെ കർത്തവ്യമാണ്. അപ്പോൾ ഓരോ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ പദ്ധതികളുടെയും മുൻപോട്ട് പോക്ക്, ഡെവലപ്മെന്റ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് ഇവർ വിലയിരുത്തിയിട്ട് അറിയിക്കും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും, മോഡിഫിക്കേഷൻ വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തണം. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ, ഓൺഗോയിങ് പ്രോസസ്സിൽ, ഓൺഗോയിങ് പ്ലാനുകളിൽ മാറ്റം വരുത്തണമെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളും പ്ലാനിംഗ് കമ്മീഷൻ നടത്തും. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെന്റ്, ഒരു വികസനം എങ്ങനെയായിരിക്കണം എന്ന് തുറന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം എന്താ പറയാ, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട്, അതൊരു ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തുക, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഇത് രണ്ടും പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ട് നടന്നു പോയിരുന്നു. ഏതുവരെ? 2014 വരെ. 2014 വിവിധങ്ങളായിട്ടുള്ള വിമർശനങ്ങൾ പ്ലാനിംഗ് കമ്മീഷനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പല പദ്ധതികളും ഈ ഫങ്ഷൻസിൽ പറയുന്ന പ്രകാരം, ഇതൊക്കെയാണ് ഫങ്ഷൻസ് എങ്കിലും ഈ ഫങ്ഷൻസിൽ പറയുന്ന പ്രകാരം പദ്ധതികൾ നടപ്പിലാവാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഈ പ്ലാനിംഗ് കമ്മീഷനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2014 പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നിർത്തലാക്കിക്കൊണ്ട് പുതിയൊരു പദ്ധതി വരികയാണ്, നീതി ആയോഗ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷനെ മറികടന്നുകൊണ്ട് വന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ജനുവരി 1, 2015 നീതി ആയോഗ് നിലവിൽ വരുന്നത്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവർത്തിച്ചൊരു സംഘടനയൊന്നുമല്ല, അതും അതിനോട് സമാന്തരമായി നിൽക്കുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണുള്ളത്. അതെന്താണ്? ബ്രോഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് ഫെഡറൽ സ്ട്രെങ്തൻ ഗുഡ് ഗവർണൻസ്. ഇന്ത്യയിൽ ഒരു മികച്ച ഭരണ സംവിധാനം ഉണ്ടാവുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ ആഗോള തലത്തിലേക്ക് ഉയർത്തുക, ഒരു ഗ്ലോബൽ എക്കോണമി എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ സാമ്പത്തിക നയത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നീതി ആയോഗിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നീതി ആയോഗിന്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആസ് പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ്. പ്രൈം മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ, അതിനോട് കൂടെ വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, 4 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്ന് 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. ഇത്രയും അടങ്ങുന്നതാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ റീജിയണൽ കൗൺസിലിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസിന്റെയും
സംസ്ഥാനങ്ങളുടെയും ചീഫ് മിനിസ്റ്റേഴ്സ്, പിന്നെ ഗവർണേഴ്സ്, ഇവരൊക്കെ അടങ്ങുന്നതാണ് അതിന്റെ റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നീതി ആയോഗിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷന് ഫെസിലിറ്റേറ്റ് ഗുഡ് ഗവേണൻസ്, നല്ല രീതിയിലുള്ള ഭരണവ്യവസ്ഥിതി കൊണ്ടുവരിക, ഭരണകൂടം നല്ല വ്യവസ്ഥിതിയോടുകൂടിയുള്ള ഭരണകൂടത്തിനെ കൊണ്ടുവരിക. ദെൻ ബ്രിങ് സ്റ്റേറ്റ് ടുഗദർ, ടീം ഇന്ത്യ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനം നടത്തുക, സംസ്ഥാനങ്ങളുടെ കൂടെ പങ്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നടത്തുക. ദെൻ മറ്റൊന്നാണ് ഷെയറിംഗ് ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ്, സെൻട്രലിനും സ്റ്റേറ്റിനും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഐഡിയാസ് എല്ലാം കേട്ടുകൊണ്ട് പ്രവർത്തനം നടത്തുക എന്നത്. മറ്റൊന്നാണ് ടെക്നിക്കൽ അഡ്വൈസ് എന്നത്. ടെക്നിക്കൽ അഡ്വൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രലിനും സ്റ്റേറ്റിനും വേണ്ടുന്ന രീതിയിലുള്ള അഡ്വൈസസ്, ഉപദേശങ്ങൾ നൽകുക എന്നുള്ളത്. ദെൻ ഫെസിലിറ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. സെൻട്രൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പുകൾ വരുന്നുണ്ട്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയവയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ വിവിധങ്ങളായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം, ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സമിതിയാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആർട്ടിക്കിൾ 263 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട്സ് വരികയാണെങ്കിൽ, സ്റ്റേറ്റുകൾ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ വരികയാണെങ്കിൽ അത് പരിഹരിക്കുക. ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് അതിനെ എൻക്വയറി ചെയ്യുകയും അതിനുവേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയും വേണം. ദെൻ യൂണിയനും സ്റ്റേറ്റും, അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട്, ചില കോമൺ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നടപ്പിലാക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക, ഡിസ്കസ് ചെയ്യുക എന്നതൊക്കെയാണ് മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്. വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ കോർഡിനേഷൻ ഓഫ് പോളിസി ആൻഡ് ആക്ഷൻ ഓൺ ഇറ്റ്. അപ്പൊ ഈ സംസ്ഥാനങ്ങളെയും സെൻട്രലിനെയും അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളെയെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക, അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നതും ഇതിന്റെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. ഇനി ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന് ഒരു സെക്രട്ടേറിയറ്റ് ബോഡി ഉണ്ടായിരിക്കും, പിന്നെ ബാക്കി മെമ്പേഴ്സിന്റെ ബോഡി ഉണ്ടായിരിക്കും. ഈ സെക്രട്ടേറിയറ്റിലെ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും, അതിനെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു സെക്രട്ടറി ഉണ്ടായിരിക്കും. സർക്കാരിയ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1983-87 സർക്കാരിയ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഇനി അതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിലെ മെമ്പേഴ്സ് പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ ആയിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് മിനിസ്റ്റേഴ്സ്, യൂണിയൻ ടെറിട്ടറീസിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, ദെൻ ഈ ലെജിസ്ലേച്ചർ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, എന്നുവെച്ചാൽ നിയമനിർമ്മാണ സഭ ഇല്ലാത്ത ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, അവിടുത്തെ അഡ്മിനിസ്റ്റേഴ്സ്. ദെൻ 6 യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ഹോം മിനിസ്റ്റേഴ്സ്. പ്രൈം മിനിസ്റ്റർ ആണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇത്രയും അംഗങ്ങളാണ് ഈ ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിൽ ഉൾപ്പെടുന്നത്. അതാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഇനി അതുപോലെയുള്ള മറ്റൊരു കൗൺസിലാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്, NDC. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 5 ഇയർ പ്ലാൻസിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വന്നത്. സ്ട്രെങ്തനിങ്, മൊബിലൈസിങ് ആൻഡ് ചാനലൈസിങ് ദ റിസോഴ്സസ് ഓഫ് ദി കൺട്രി. ഇന്ത്യയുടെ റിസോഴ്സസിന് എങ്ങനെയായിരിക്കും കൃത്യമായി വിലയിരുത്തുക, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് NDC ആയിരിക്കും, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആയിരിക്കും. ഇതിന്റെയും ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇതിനോട് പുറമെ സ്റ്റേറ്റുകളിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, യൂണിയൻ ടെറിട്ടറിയിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങളായിട്ടുള്ളവർ, ഇതൊക്കെയും ഈ NDCയുടെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ NDC പ്രധാനമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി ആണ്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് നിർദ്ദേശിക്കുക എന്നത് NDCയുടെ പ്രവർത്തനത്തിൽ വരുന്നതാണ്. ഇനി മറ്റൊരു സമിതിയാണ് സോണൽ കൗൺസിൽ എന്ന് പറയുന്നത്. സോണൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തു നിൽക്കുന്ന ഒരു ബോഡി തന്നെയാണ്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോഡി തന്നെയാണ്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുക, സ്റ്റേറ്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സെൻട്രലിന്റെ കീഴിലോട്ട് കൊണ്ടുവരിക, അതൊക്കെ സോണൽ കൗൺസിലിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. സോണൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യനെ 5 സോണുകളായിട്ട് തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പറയുന്നത്. 5 സോണുകൾ എന്ന് പറയുമ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ, അങ്ങനെ 5 സോണുകളായിട്ട് തിരിച്ചുകൊണ്ട് ഓരോ സോണിനെയും ഒരു സമിതി ഉണ്ട്, ഓരോ സോണിനും ഒരു മെയിൻ ചെയർമാൻ ഉണ്ടായിരിക്കും. ആ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സോണൽ കൗൺസിലിന്റെ പ്രവർത്തനം എന്ന്
പറയുന്നത്. അങ്ങനെ വിവിധ സോണുകളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് സെന്ററിന്റെ കീഴിലേക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുവരിക, അതാണ് സോണൽ കൗൺസിൽ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരമുള്ള അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് പ്രൊമോട്ട് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ്. സെന്ററിനോട് യൂണിയൻ ടെറിട്ടറീസിനും സ്റ്റേറ്റിനും ഒക്കെ കോപ്പറേഷൻ ഉണ്ടാക്കുക, സഹകരണം ഉണ്ടാക്കുക എന്നുള്ളത് സോണൽ കൗൺസിലിന്റെ പ്രവർത്തനമാണ്. അതിനോടൊപ്പം തന്നെ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട്, ഒരു ഉപദേശകം നൽകുന്ന ബോഡി ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അഡ്വൈസ് നൽകുന്നത് പലപ്പോഴും ഈ സോണൽ കൗൺസിലിലെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അതാണ് സോണൽ കൗൺസിലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് ഈ ഫെഡറൽ സ്ട്രക്ചറിലുള്ള അടുത്തൊരു മെക്കാനിസമാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന് ഉറപ്പുവരുത്തുക എന്നതാണ് ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ ആക്ട് 1951, ഫിനാൻസ് കമ്മീഷൻ ആക്ട് 1951 പ്രകാരമാണ് ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത്. ഇനി ഫിനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടീസിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫിനാൻസ് കമ്മീഷന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് ടാക്സസിനെ കുറിച്ച്, ടാക്സസ് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും നികുതി എങ്ങനെയായിരിക്കണം അതിന്റെ ഡിവിഷനൊക്കെ വരുന്നു. ദെൻ ഗ്രാൻസ് ഇൻ എയ്ഡ്, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, ഇതിനെ കുറിച്ചൊക്കെ തീരുമാനിക്കുന്നത്. ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ഈ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടുന്ന തുക പലതും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകണം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് പല സഹായങ്ങളും നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സഹായങ്ങളുടെ വിഭജനം അത് എത്തരത്തിൽ വേണം, അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിനാൻസ് കമ്മീഷന്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലേക്ക് എന്തുമാത്രം വിഭജനങ്ങൾ നടത്തണം, അതായത് ഈ റിസോഴ്സസ്, വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കളുടെ വിഭജനം, മുനിസിപ്പാലിറ്റികളിലേക്ക് വരുന്ന വിഭജനം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പം ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളുടെ കീഴിൽ തന്നെ വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയവയും സെൻട്രലും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധമാണ്, ഫിനാൻസ് ബന്ധമാണ് തീരുമാനിക്കുന്നത്. നികുതി, മറ്റ് പല രീതിയിലുള്ള ഗ്രാന്റുകൾ, സഹായങ്ങൾ, കേന്ദ്രം നൽകേണ്ട സഹായങ്ങൾ, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫിനാൻസ് കമ്മീഷന്റെ കീഴിൽ വരുന്നത്. ഇത്രയാണ് വിവിധങ്ങളായിട്ടുള്ള സമിതികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ ഫെഡറൽ സിസ്റ്റം നിലനിർത്താൻ വേണ്ടുന്ന സമിതികളാണ് പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ദെൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ, സോണൽ കൗൺസിൽ, ഫിനാൻസ് കമ്മീഷൻ തുടങ്ങിയവയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഫെഡറൽ സ്ട്രക്ചർ നിലനിൽക്കുന്നത്. താങ്ക് യു.